NGPM സ്കൂളിലെ കേരളപ്പിറവി ദിനാഘോഷത്തോടനുബന്ധിച്ച് നടക്കുന്ന അമ്മ മലയാളം 2020 എന്ന പ്രോഗ്രാമിൻ്റെ മത്സര ഇനമായ ഉപന്യാസ മത്സരം കൃത്യം 3 മണിക്ക് തന്നെ ആരംഭിക്കുന്നതാണ്. അതിൽ പങ്കെടുക്കുന്ന കുട്ടികൾ ആദ്യം തന്നെ അതിൻ്റെ പങ്കെടുക്കുന്നതായുള്ള ഒരു ഫോട്ടോ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം നിങ്ങൾ ഉപന്യാസം എഴുതി കഴിഞ്ഞ ആ പേപ്പറെല്ലാം കൂടി ഫോട്ടോ എടുത്ത് ഞാൻ പറയുന്ന നമ്പറിൽ അയച്ചു കൊടുക്കുക. 9746196495 ഈ നമ്പറിലേക്ക് അയയ്ക്കുക.
എല്ലാവർക്കും നമസ്കാരം. NGPM-HSS വെഞ്ചേമിലെ അധ്യാപകരും കുട്ടികളും ചേർന്ന് സംഘടിപ്പിച്ച അമ്മ മലയാളം 2020 എന്ന പരിപാടി വളരെ മികച്ചതായി മാറുന്നു. കേരളപ്പിറവി ദിനത്തിൽ തുടക്കം കുറിച്ചു എന്നത് തന്നെ അതിൻ്റെ മഹനീയത വർദ്ധിപ്പിക്കുന്നു. കോവിഡ് എന്ന മഹാമാരിയിൽ അകപ്പെട്ട് ലോകം തന്നെ മരവിച്ചിരിക്കുന്ന ഒരവസ്ഥയാണിപ്പോൾ. കുട്ടികൾക്ക് അവരുടെ പ്രധാനപ്പെട്ട ഒരു വിദ്യാലയ വർഷമാണ് നഷ്ടമാകുന്നത്. ഇത്തരുണത്തിൽ വളരെ മികച്ച രീതിയിലുള്ള ഈ പ്രവർത്തനം അഭിനന്ദനാർഹം തന്നെയാണ്. കുട്ടികളിലെ സർഗാത്മകതയുടെ ആവിർഭാവങ്ങളാണ് നാം ഓരോ ദിവസവും ഈ ഗ്രൂപ്പിലൂടെ കാണുന്നത്. വിവിധ മേഖലകളിലുള്ള വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യം കുട്ടികൾക്ക് ഒരു മികച്ച മോട്ടിവേഷൻ തന്നെയാണ്. എൻ്റെ വരികൾ ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. ചില്ലുകുപ്പിയിൽ നിറച്ചലമാരയിൽ സൂക്ഷിച്ച ഓർമ്മകളാകുന്നു ഗൃഹാതുരത്വം. ചില്ലുകുപ്പിയിൽ നിറച്ചലമാരയിൽ സൂക്ഷിച്ച ഓർമ്മകളാകുന്നു ഗൃഹാതുരത്വം. അതെ, ഇന്ന് നാം എല്ലാം അത്തരം ചില്ലുകൂടുകളിലാണ്. 4 ചുവരുകൾക്കുള്ളിൽ മറഞ്ഞു പോകുന്നു നമ്മുടെ ജീവിതം. കാലന്റെ കയറിൽ തൂങ്ങിയാടുന്ന സസ്യശ്യാമള സുന്ദരമേദിനി. എൻ്റെ പോക്കുവേൽ എന്ന സമാഹാരത്തിലെ വരികളാണിവ. കേരളവും ഇന്ന് വളരെയധികം രോഗാവസ്ഥയിലാണ്, അതിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും പുതുജീവനുകൾ പൊട്ടിമുളയ്ക്കും എന്നുള്ള പ്രതീക്ഷകളാണ് ബാക്കിയാകുന്നത്. ആ സാഹചര്യത്തിൽ വിദ്യാലയത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് വളരെയധികം പ്രോത്സാഹിപ്പിക്കേണ്ടത് തന്നെയാണ്. ഈ അവസരത്തിൽ സ്കൂൾ നടത്തിയ ഉപന്യാസ മത്സര വിജയികളെ പ്രഖ്യാപിക്കാൻ എനിക്ക് അവസരം നൽകിയതിൽ ഞാൻ വളരെയധികം സന്തോഷം പ്രകടിപ്പിക്കുന്നു. വിജയികളെ പ്രഖ്യാപിക്കുന്നു. 1ാം സ്ഥാനം സ്വാതി, 2ാം സ്ഥാനം മാളവിക, 3ാം സ്ഥാനം ശിവന്യ. ഉപന്യാസ മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികൾക്കും വിജയികളായവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നിങ്ങളോടൊപ്പം ആശ അഭിലാഷ് മാത്ര. നന്ദി, നമസ്കാരം. ഹായ്, നമസ്കാരം. വെഞ്ചേമ്പ് NGPM സ്കൂളിലെ സുന്ദരക്കുട്ടന്മാരെ, സുന്ദരിക്കുട്ടികളെ, എൻ്റെ പേര് മായ. ഞാനൊരു ടീച്ചറാണ്, മലയാളം ടീച്ചറാണ്. അതുകൊണ്ടാണല്ലോ അമ്മ മലയാളത്തിൽ പങ്കെടുക്കാനായിട്ട് നിങ്ങളുടെ സ്കൂള് എനിക്ക് അവസരം തന്നത്. വലിയ സന്തോഷമുണ്ട്. നിങ്ങളുടെ അമ്മ മലയാളം എന്ന് പറയുന്ന ഈ ഒരു 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ നിങ്ങളെയൊക്കെ കാണാൻ വരാൻ സാധിച്ചതിൽ. ഇപ്പോൾ വന്നത് ഒരു പ്രത്യേക കാര്യത്തിനാണ്. സംബോധന ചെയ്തപ്പോഴേ സുന്ദരക്കുട്ടന്മാരെ, സുന്ദരിക്കുട്ടികളെ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെ സുഖിപ്പിക്കാനാണെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും. അല്ല കേട്ടോ, ഒട്ടുമല്ല. നിങ്ങൾ സുന്ദരന്മാരും സുന്ദരികളും ഒക്കെ ആയിട്ട് കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അയച്ചു തന്നിരുന്നില്ലേ? അതിൻ്റെ ഫലപ്രഖ്യാപനത്തിന് വേണ്ടിയിട്ടാണ് ടീച്ചർ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഓക്കെ, എൻ്റെ പേര് മായാകൃഷ്ണൻ. തൃശ്ശൂരാണ് എൻ്റെ വീട്. തൃശ്ശൂർ പൂങ്കുന്നം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജോലി ചെയ്യുന്ന ഹരിശ്രീ വിദ്യാനിധി എന്ന് പറയുന്ന സ്കൂൾ. അപ്പം ഇത്രയും ഞാൻ എന്നെ സ്വയം പരിചയപ്പെടുത്തുന്നു. ഇനി നമുക്ക് ഫലപ്രഖ്യാപനത്തിലേക്ക് പോകാം. ഫലപ്രഖ്യാപനത്തിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് എനിക്ക് 2 കാര്യങ്ങൾ വളരെ വിശദമായിട്ട് പറയാനുണ്ട്. അതിലൊരു കാര്യം ഞാനിപ്പോൾ പറയാം. മറ്റൊരു കാര്യം വളരെ ദീർഘമായിട്ട്, വളരെ നന്നായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. പെട്ടെന്നൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് അത് നാളെ ഞാൻ നിങ്ങളെ കാണാൻ വരുന്നുണ്ട്. നാളെ 7 മണി മുതൽ 8 മണി വരെയുള്ള ഗൂഗിൾ മീറ്റിൽ ഞാനാണ് നിങ്ങളെ കാണാൻ വരുന്ന ആൾ, നിങ്ങളോട് വർത്തമാനം പറയാൻ വരുന്ന ആൾ. അപ്പോൾ അതിലെ ഒരു കാര്യം ഞാൻ വിശദമായിട്ട് നാളെ പറയാം. ഇപ്പോൾ പറയണ ഒരു കാര്യം, നിങ്ങൾ ഒരുപാട് കുട്ടികൾ കേരളീയ വേഷം ധരിച്ച് ഫോട്ടോസ് എടുത്ത് അയച്ചു തന്നു. അതിൽ നിന്ന് ഏറ്റവും നല്ല എന്ന് പറഞ്ഞ് കുറച്ച് കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്തു. ആ കുട്ടികളുടെ പേര് ഞാൻ ആദ്യം വായിക്കാം. അപ്പം നിങ്ങൾക്ക് തോന്നും
ആ കുട്ടികളിൽ നിന്ന് ഞാൻ ചെയ്ത വേഷത്തിന് എന്തായിരുന്നു ഒരു കുറവ് എന്ന് നിങ്ങളുടെ മനസ്സിലൊരു സംശയം തീർച്ചയായിട്ടും ഉണ്ടാവും. ആ ഒരു സംശയം മാത്രം, അതിന് 2 കാരണമാണുള്ളത്. അതിലത്തെ ഒരു കാരണം മാത്രം ഞാനിപ്പോൾ പറയാം. ആദ്യം ഞാൻ ഈ കുട്ടികളുടെ പേര് വായിക്കാം കേട്ടോ, അതൊന്ന് കേൾക്കുക. 1-ാം സ്ഥാനം 2 കുട്ടികൾ നേടിയിട്ടുണ്ട്. ഭദ്ര നായർ 6-ാം ക്ലാസ് B ഡിവിഷൻ, ശ്രീദർശൻ 6-ാം ക്ലാസ് C ഡിവിഷൻ. 2-ാം സ്ഥാനവും 2 കുട്ടികൾ നേടിയിട്ടുണ്ട്. ശിവന്യ 5-ാം ക്ലാസ് C, ഗംഗാസുന്ദർ 7-ാം ക്ലാസ് B. ഇനി 3-ാം സ്ഥാനം 4 കുട്ടികൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ശ്രീകുട്ടി 7-ാം ക്ലാസ് B ഡിവിഷൻ, അനശ്വര അഖിലേഷ് 6-ാം ക്ലാസ് C ഡിവിഷൻ, ശ്രീദേവ് S നാഥ് 6-ാം ക്ലാസ് B ഡിവിഷൻ, ശ്രുതി S കുമാർ 7-ാം ക്ലാസ് C ഡിവിഷൻ. പതിവ് പോലെ തന്നെ വിജയികളെ അഭിനന്ദിക്കുന്നു. കൂടെ പങ്കെടുത്ത എല്ലാവരെയും അഭിനന്ദിക്കുന്നു. അതിൻ്റെ ഒന്നാമത്തെ കാരണം, 1/2 മാർക്ക് 1 മാർക്ക് ഒക്കെ വെച്ചിട്ടാണ് ഈ 1-ാം സ്ഥാനവും 2-ാം സ്ഥാനവും 3-ാം സ്ഥാനവും ഒക്കെ മാറിപ്പോയിരിക്കുന്നത്. 3-ാം സ്ഥാനം തന്നെ കിട്ടിയിട്ടില്ലാത്തതൊക്കെ 1/2 മാർക്ക് വെച്ചിട്ടൊക്കെയാണ്. അതൊരു കുറവായിട്ട് ഒരിക്കലും നമ്മൾ കാണരുത്. മറിച്ച് നമ്മൾ ചിന്തിക്കണം, എന്തായിരുന്നു ആ കുട്ടിയിൽ നിന്ന് എനിക്കുള്ള പോരായ്മ. ഒരു കാര്യം മാത്രം ഞാനിപ്പോൾ പറയാം. ഞാൻ പ്രസംഗ മത്സരം എല്ലാവരുടെയും കേട്ടു. നിങ്ങൾ എല്ലാവരും ചെയ്ത പ്രസംഗ മത്സരം കേൾക്കണ്ടായി. ആ പ്രസംഗ മത്സരത്തിൽ മറക്കാതെ എല്ലാവരും പറഞ്ഞ ഒരു കാര്യമുണ്ട്. കേരളം മതേതര സംസ്ഥാനം ആണ് എന്നതായിരുന്നു അത്. എന്താണ് ഈ മതേതര സംസ്ഥാനം? എല്ലാ മതങ്ങളെയും ഒരേപോലെ കണക്കാക്കുന്ന സംസ്ഥാനം. നമുക്ക് ചെയ്യാനുണ്ടായിരുന്ന മത്സര ഇനം എന്തായിരുന്നു? നിങ്ങൾ ചെയ്തത് കേരളീയ വേഷം. കേരളീയ വേഷം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും അത് സെറ്റുമുണ്ടും ജാക്കറ്റും സ്ത്രീകൾക്ക്, അല്ലെങ്കിൽ പട്ടുപാവാടയും ടോപ്പും പെൺകുട്ടികൾക്ക്, അതേപോലെ മുണ്ടും ഷർട്ടും ആണുങ്ങൾക്ക് ആൺകുട്ടികൾക്ക് എന്ന ഒരു കോമൺ നിഗമനത്തിൽ, പൊതുവായ ഒരു നിഗമനത്തിൽ നമ്മൾ എത്താൻ പാടില്ല. കേരളം ഒരു മതേതര സംസ്ഥാനമാണെന്നുണ്ടെങ്കിൽ ഇവിടെ പല മതക്കാർ താമസിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ തന്നെ പറയുന്നു, നിങ്ങൾ തന്നെ വിശ്വസിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും അതാത് മതസ്ഥരുടെ തനതായ വേഷം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു പക്ഷേ അത്രത്തോളം ആലോചിച്ചിട്ടുണ്ടാവില്ല. നമ്മളിപ്പോൾ ഒരു ഓണാഘോഷം നടത്തുമ്പോൾ ആദ്യം നമ്മൾ പോയിട്ട് സെറ്റുമുണ്ട് എടുക്കും, ആൺകുട്ടികൾ മുണ്ടു ഷർട്ട് കൊടുക്കും. അത് തന്നെ നിങ്ങളിവിടെയും ചെയ്തു. പക്ഷേ ഒരു വെറൈറ്റി, എപ്പോഴും വ്യത്യസ്തതയാണ് നമുക്ക് ആവശ്യം. ഇത്തരം മത്സരങ്ങൾ വരുമ്പോൾ വ്യത്യസ്തതയാണ് തീർച്ചയായിട്ടും നമ്മൾ നോക്കേണ്ടത്. അപ്പം നമുക്ക് മുസ്ലിം വേഷം എന്താണെന്ന് അന്വേഷിക്കാമായിരുന്നു, ക്രിസ്ത്യൻ വേഷം എന്താണെന്ന് അന്വേഷിക്കാമായിരുന്നു. ഒരു കുട്ടി കേരളീയ വേഷത്തിന് 4-5 ഫോട്ടോസ് അയക്കേണ്ടായി. അതിൽ ഒരു ഫോട്ടോ തമിഴ്നാടിൻ്റെ വേഷമായിരുന്നു. തമിഴ്നാടിൻ്റെ വേഷം എങ്ങനെയാണ് കേരളീയ വേഷമാവുക? പക്ഷേ ആ കുട്ടി വേറെ പല ഫോട്ടോസും ഇട്ടിരുന്നു. അത് വളരെ നന്നാവുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ആ കുട്ടി സമ്മാനിതരിൽ പെടുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഒബ്സർവേഷനാണ്, നിഗമനം. അതിനെക്കുറിച്ച് വളരെ കൂടുതൽ പറയാനുണ്ട്. അത് നമുക്ക് നാളെ പറയാം. സമ്മാനം കിട്ടിയില്ല എന്നതുകൊണ്ട് ആരും മോശക്കാരാവണില്ല. മറിച്ച് പരിപാടിയിൽ പങ്കെടുക്കാൻ നമ്മൾ കാണിച്ച ആ ഒരു പോസിറ്റിവിറ്റി, ആ ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയും, അതാണ് നമ്മളെ ഏറ്റവും ഉന്നത സ്ഥാനത്ത് എത്തിക്കുക. അപ്പോൾ ഇപ്പം പറഞ്ഞ ഈ ഒരു കാര്യം ഇനി ഇത്തരം മത്സരം ഉണ്ടാവുന്ന സമയത്ത്
നിങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കുക. നാളെ എന്നെ പറയാൻ ഓർമ്മിപ്പിക്കുക. എന്തിനെക്കുറിച്ച്? ഒബ്സർവേഷൻ, നിരീക്ഷണം. അപ്പോൾ ശരി, ബൈ ബൈ. എല്ലാവർക്കും ശുഭരാത്രി. നാളെ നമ്മൾ വീണ്ടും കാണും. താങ്ക് യു. നന്ദി.